ഉണ്ടെന്നേ, അതുകൊണ്ട് കാര്യമില്ല. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മളെ ചാനലിനകത്ത് നല്ലൊരു പാട്ട് ലൈഫ് ടോൺ ടു ദ വ്ലോഗ് ചാനലിനകത്ത് പാടിയിട്ടിട്ടുണ്ട്. ഒരു ഭക്തിഗാനമാണ്. എന്തോ ഡിവോഷണൽ സോങ് ഇപ്പം മലയാളിക്ക് കേൾക്കുക വലിയ താല്പര്യമില്ലാത്ത ആയി മാറിയിട്ടുണ്ട്. വലിയ കഷ്ടം തന്നെയാണത്. അത് ഞാനിനിയിപ്പോൾ അധികം വലിയ പാട്ട് പാടില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയണത് എപ്പോഴും ഈ വയസ്സാടായതുകൊണ്ട് വണ്ടികൾ വരും. അതുപോലെ തന്നെ ഇപ്പോൾ കോഴി വളർത്തലൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും കോഴിക്കാട്ടില്ല കോഴി കൂവിക്കൊണ്ടിരിക്കും. അപ്പോൾ സൗണ്ട് പുറത്തുനിന്ന് വന്നത് നമ്മൾ ഫ്ലാറ്റിലായിരിക്കുമ്പോൾ നമുക്ക് സൗണ്ട് അധികം വരത്തില്ല. രാത്രിക്കൊക്കെ എനിക്ക് പാടാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇവിടെ അങ്ങനെ പാടാൻ പറ്റത്തില്ല. കാരണം ഇവിടെ രാത്രി ആയാലും വണ്ടികളൊക്കെ ഇപ്പോൾ തൊട്ടടുത്തല്ലേ, നമ്മുടെ വഴിയുടെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാകും, നമുക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല. നമ്മുടെ പുറത്തുനിന്നുള്ള സൗണ്ടുകളെല്ലാം കയറി വരും. എത്ര നമ്മൾ എല്ലാം മുറി അടച്ചിട്ടിരിക്കണം, അത് ശരിയാവത്തില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് പാട്ട് നടത്തി. ഇപ്പോൾ പാട്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ കോപ്പി റൈറ്റും കൂടെ വരും. കോപ്പി റൈറ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 30 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് പണ്ട് തൊട്ട് ഈ പത്രം വായിക്കുന്ന വലിയ ഇഷ്ടമുള്ളതായിരുന്നു. ഇന്നത്തെ കാലത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ സാധാരണ ഒരു വീടും നാട്ടിൻപുറവും. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ കടകളും വളരെ ചുരുക്കമായിരുന്നു. എന്തെങ്കിലും കടയിലൊക്കെ പോയിട്ട് വരുമ്പോൾ സാധനങ്ങളൊക്കെ പൊതിഞ്ഞുകൊണ്ട് വരുന്ന പത്രപ്പേപ്പറൊക്കെ വായിക്കാമെന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കൗതുകമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാനൊരു പത്രത്തിൻ്റെ പേപ്പർ കട്ടിങ് എടുത്ത് വായിച്ചപ്പോഴാണ് അതിനകത്ത് അത് വലിയൊരു കേരളത്തിലെ തലമുതിർന്ന മുത്തശ്ശി ഒരു പത്രത്തിനകത്ത് പറഞ്ഞ വാർത്തയാണ്. അന്ന് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അവരത് അന്ന് പറയാനും എഴുതാനും ഒക്കെ ധൈര്യം കാണിച്ചത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് അവരുടെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു: വൻമരങ്ങൾക്ക് കീഴിൽ ചെറിയ തൈവൃക്ഷങ്ങൾ വളരില്ല എന്ന്. ഇതായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. അപ്പം ഞാനെൻ്റെ പാട്ട് പാടി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആ പാട്ടിനകത്ത് പലപ്പോഴും എൻ്റെ കാര്യങ്ങൾ ഷോർട്സിനകത്തൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ വലിയ വലിയ പ്രസിദ്ധരായിട്ടുള്ള ഗായകർ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ പോരാ, ചെറിയ പാടി വരുന്ന ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ പാട്ട് കേൾക്കണമെന്നല്ല. ഞാനോ എൻ്റെ വീട്ടിലുള്ള കുടുംബക്കാരും പാട്ട് പാടി ജീവിക്കാനോ അതിന് കഞ്ഞി കുടിച്ചോളാമെന്ന് നേർച്ച എഴുതിയിട്ടില്ല. അത് ഞാനത് ചെയ്യുകയില്ല. പിന്നെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഉപകാരമാകട്ടെ. ആരെങ്കിലും ഒരാളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വരണ്ടേ. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഓരോ ചരിത്രങ്ങൾക്ക് മാറ്റം ഉണ്ടാകുള്ളൂ. അങ്ങനെ മാറ്റം ഉണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ നിത്യജീവിതത്തിൽ. അപ്പം നമ്മളെ അടിമയായിട്ട് പാട്ടിലായാലും ജീവിതത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും ജോലിയിലായാലും നമ്മളങ്ങനെ ആർക്കും അടിമകളാകരുത്. നമ്മൾ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരും ജീവിക്കുന്നവരുമാണ്. നമ്മൾ പുതിയ കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമ്മുടെ തലമുറ വളരുള്ളൂ. അല്ലാതെ ഒരാഴ്ച മുഴുവനും പാടിത്തൂറി ജീവിച്ചവർക്ക് അവർ പിന്നെയും വലിയ ആൾക്കാരെന്ന് പറഞ്ഞ് അവരുടെ പുറകെ നടക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. നമ്മളൊന്ന് കോമണായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിക്കുക, അല്ലെ മൈക്രോ ആയിട്ടൊന്ന് ചിന്തിച്ച് വെച്ചാൽ നിങ്ങളുടെ തലമുറ അതിൻ്റെ തലമുറയൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ, വളരണ്ടേ. അപ്പോൾ അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കണം. അതിനെ നമ്മുടെ കഴിവുകളും കാര്യങ്ങളും ഒക്കെ സമൂഹത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തണം. അതിനെയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. എങ്കിലേ അവർ വളരുകയുള്ളൂ. അപ്പോൾ ആ ടൈറ്റിലിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വൻമരങ്ങൾക്ക് കീഴിൽ ചെറിയ മരങ്ങൾ വളരുകയില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടി കിട്ടിയോ? അതായത് ഈ വലിയ മരങ്ങൾ നമ്മളൊന്ന് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ അറിയാം. വലിയൊരു മരത്തിൻ്റെ കീഴിൽ ചെറിയ ഒരു വൃക്ഷവും വളരുകയില്ല. അത് വളരാൻ ആ വലിയ വൃക്ഷം അനുവദിക്കുകയില്ല. അതൊരു ഡീമെറിറ്റാണ്, മെറിറ്റല്ല, ഡീമെറിറ്റും കൂടെയാണ്. അത് നമ്മുടെ പൊതുസമൂഹത്തിൽ ചില കാര്യങ്ങളിൽ മനുഷ്യനങ്ങ് അധപ്പതിച്ച് അങ്ങനെയുള്ള ചിന്തകൾ അങ്ങോട്ട് ഒരു തലമുറയിലേക്ക് കയറിപ്പോവും. പിന്നെ അത് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പാട്ടിനകത്തൊക്കെ നിങ്ങൾ പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കണമെന്നൊക്കെ പറയുമ്പോൾ ആരും കാണത്തില്ല. കേൾക്കുന്നവരുടെ വിചാരം ഞാൻ പറയുന്നത് ഏതാണ്ട് മോശം കാര്യമാണ്. നമ്മളുള്ള കാര്യം പറയണം. ഉള്ള കാര്യം പറഞ്ഞെങ്കിലേ ശരിയാവുള്ളൂ. അല്ലാണ്ട് മിണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എങ്കിലേ നമ്മുടെ തലമുറ വളരുകയുള്ളൂ. ഞങ്ങൾ ഒരുപാട് ആൾക്കാർക്ക്, കൊച്ചു കുട്ടികൾക്കൊക്കെ, എൻ്റെ സഹോദരങ്ങളെല്ലാം അധ്യാപകരാണല്ലോ, ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യാറുണ്ട്. അതിന് നന്മകൾക്കൊക്കെ ഒരുപാട് പ്രതിഫലവും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്.
നമ്മൾ പറയാറില്ല. അപ്പോൾ ഒരുപാട് പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ എൻ്റെ സഹോദരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാകും. നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ അവരൊക്കെ റിട്ടയറായി, എന്നാലും അവർക്ക് പഠിപ്പിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പം പാവപ്പെട്ട എനിക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു കറുകച്ചാൽ. എത്രയോ പാവപ്പെട്ട പിള്ളേർ അവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ. ഞാൻ അന്നത്തെ കാലത്തൊക്കെ ഒരുപാട് പൈസ കുറച്ച് കൊടുക്കുള്ളായിരുന്നു. അവർക്കൊക്കെ ഇപ്പോഴും എന്നോട് സ്നേഹമുണ്ട്. അപ്പോൾ അവരൊക്കെ പഠിച്ച് നല്ല മിടുക്കരാകാൻ വേണ്ടിയാണ് നമ്മളതൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വലിയ വലിയ ഗായകരെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇവനെ ഏതാണ്ട് അസൂയ പറയുന്നത്. അതുകൊണ്ടല്ല പറയുന്നത്. നമ്മൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം, പുതിയ തലമുറയെ. അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ പാട്ടുകളായാലും കേൾക്കുമ്പോൾ കാണുമ്പോൾ അത് കുതം തിരിഞ്ഞ് നിന്ന്